ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വാസ്റ്റായിട്ട് കിടക്കുന്നത് ആരുവാലിയാണ് കേട്ടോ. കിലോമീറ്ററുകളോളം നീളത്തിൽ കിടക്കുന്ന മലനിരയാണ് ആരുവാലി. മേൽക്കൂര ഇല്ലാത്ത പള്ളി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഇതാ കാണാം. കാശ്മീരിലെ പെഹൽഗാമിൽ പച്ച വിരിച്ച് നിൽക്കുന്ന ദേവദാർ മരങ്ങൾ പൂത്ത് നിൽക്കുന്ന മലനിരകൾക്ക് താഴെ ലിഡാർ നദി ഒഴുകുന്നതിൻ്റെ തൊട്ടടുത്ത് മേൽക്കൂരകളൊന്നും ഇല്ലാത്തൊരു പള്ളി. ആരുവാലിയിലേക്ക് പോകുന്ന വഴി വീണ്ടും നല്ല ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇത് നല്ല രസമുണ്ട്. എഗെയിൻ സെയിം ലിഡാർ നദി. അങ്ങനെ ബേതാബ് വാലി നല്ലോണം എൻജോയ് ചെയ്ത് കണ്ടു. ഞാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ കാലിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫുൾ ആളുകളെ കൊണ്ട് നിറഞ്ഞ് ബ്ലോക്കായി. മെയിൻ റീസൺ ഇന്ന് സൺഡേ ആണ്. സോ ഹോളിഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ടാവും എല്ലാ സ്ഥലത്തും. ഇനി അടുത്ത ലൊക്കേഷൻ, അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസറൻ വാലിയാണ്. ഇവിടുന്ന് 10 കിലോമീറ്റർ ആണുള്ളത്. സമയം 12:30 കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ കാശ്മീരിൽ രാത്രി എത്തിയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഉച്ചയായപ്പോഴേക്ക് കാശ്മീരിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് കേട്ടുള്ളത്. സുന്ദരമായ നാട്, അതിലേറെ സുന്ദരമായ ആളുകൾ, കാണാൻ നല്ല സൗന്ദര്യമുള്ള നല്ല സ്വഭാവമുള്ള ആളുകളും അതിന് സ്യൂട്ടായിട്ടുള്ള പ്രകൃതിയും. സോ ബേതാബ് വാലിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ഇന്നത്തെ പഹൽഗാമിലെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ബൈസറൻ വാലിയിലേക്ക് പോകുന്ന വഴിയാണ്. ഏകദേശം 10 കിലോമീറ്ററാണ് ബേതാബ് വാലിയിൽ നിന്ന് ബൈസറൻ വാലിയിലേക്കുള്ള ദൂരം. പഹൽഗാമിലെ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ബൈസറൻ വാലി. ബേതാബ് വാലിയെ പോലെ തന്നെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ബൈസറൻ വാലി എന്ന് പറയുന്നത്. നിങ്ങൾ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെഹൽഗാം നിങ്ങളുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ വരാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ഇവിടെ അമർനാഥ് ജി ഗുഹ ക്ഷേത്രത്തിൻ്റെ തീർത്ഥാടനത്തിൻ്റെ പീക്ക് ടൈം അതാണ്. ഒരു വർഷത്തിലാകെ 3 മാസം അങ്ങനെയാണ് അത് തുറക്കുന്നുള്ളൂ അമർനാഥ് ജി ക്ഷേത്ര സന്ദർശനം. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദൻവാരിയിൽ നിന്നാണ് ഈ ദർശനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പെഹൽഗാം ഏരിയയിലാണ് ഈ ചന്ദൻവാരി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. സോ തീർത്ഥാടകർ ഒരുപാട് വരുന്നതുകൊണ്ട് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നതാണ്. അപ്പോൾ മൊത്തം ബ്ലോക്ക് ഉണ്ടാകുമ്പോഴൊക്കെ പിന്നെ റൂം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടുമെങ്കിൽ തന്നെ നല്ല റേറ്റ് ആയിരിക്കും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സോ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ പെഹൽഗാം സന്ദർശിക്കുന്നത് ഒഴിവാക്കുക. മേൽക്കൂര ഇല്ലാത്ത പള്ളി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഇതാ കാണാം. കാശ്മീരിലെ പെഹൽഗാമിൽ പച്ച വിരിച്ച് നിൽക്കുന്ന ദേവദാർ മരങ്ങൾ പൂത്ത് നിൽക്കുന്ന മലനിരകൾക്ക് താഴെ ലിഡാർ നദി ഒഴുകുന്നതിൻ്റെ തൊട്ടടുത്ത് മേൽക്കൂരകളൊന്നും ഇല്ലാത്തൊരു പള്ളി. ഇതാണ് കേട്ടോ ഈ പള്ളി, മസ്ജിദുൻ നൂർ. ഈ കോമ്പൗണ്ടാണ് പള്ളിയുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ലിഡാർ നദിയിൽ നിന്ന് വുളു എടുത്തിട്ട് നമുക്ക് ഇതിലൂടെ കയറിയിട്ട് ഇവിടുന്ന് നമസ്കരിക്കാം. ഖിബില അങ്ങോട്ടാണ്. നല്ല ഇളം കാറ്റും തണുപ്പും ഒക്കെ കൊണ്ട് ലിഡാർ നദി ഒഴുകുന്ന സൗണ്ടൊക്കെ കേട്ട് നല്ല തണുത്ത ലിഡാർ നദിയിലെ വെള്ളത്തിൽ വുളു എടുത്ത് മലകളൊക്കെ കണ്ട്
പ്രാർത്ഥിക്കാം. ബൈസൺ വാലിയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡുണ്ട്, പക്ഷെ അത്ര നല്ല റോഡൊന്നുമല്ല. പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇനിയൊരു 4 കിലോമീറ്ററും കൂടാണ് കാണിക്കുന്നത്. ഇവിടെ കാറുകളൊക്കെ കാണാം കേട്ടോ. ഇവിടം വരെ വണ്ടി അലോഡ് ഉള്ളൂ എന്നൊരു സംശയമുണ്ട്. വണ്ടി ഇവിടം വരെ അലോഡ് ഉള്ളൂ. ട്രക്കിങ് കഴിഞ്ഞ് ആളുകൾ വരുന്നുണ്ടെന്ന്. बाइसरन वैली गाड़ी अंदर नहीं जाएगा क्या? हाँ नहीं चाहिए. कितना दूर है इधर से? 5 किलोमीटर. हाँ एक सेकंड भैया. ബൈസറൻ വാലി റൂട്ടിൽ നമ്മുടെ വെഹിക്കിൾസ് ഇതുവരെ ഈ ഒരു സ്ഥലം വരെ പോകുള്ളൂ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ട്രക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ, ഏകദേശം 1 hour ഡ്യൂറേഷനാണ് ട്രക്കിങ്ങിനെന്നാണ് അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. എൻ്റെ പ്ലാൻ പ്രകാരം എനിക്ക് ഇന്ന് ഒരു ഡെസ്റ്റിനേഷനും കൂടെ കവർ ചെയ്യാനുള്ളതുണ്ട്. ആരുവാലി എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനും കൂടെ കവർ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെക്കൻഡ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ബൈസറൻ വാലിയിലേക്ക് ട്രക്ക് ചെയ്ത് പോകുന്നതിന് പകരം കുതിരപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് എത്താം. സോ 1 hour ട്രക്ക് ചെയ്ത് 1 hour + 1 hour 2 hour എഗെയിൻ 1 more hour അവിടെ ഒരു ചുറ്റിക്കറങ്ങുന്നതും എല്ലാം കൂടി ഒരു 3-4 മണിക്കൂർ എടുക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ കുതിരപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ആളുകളും ഹോഴ്സ് റൈഡാണ്, പോണി റൈഡാണ് കേട്ടോ ചെയ്യുന്നത് ഈ ബൈസറൻ വാലിയിലേക്ക്. കാരണം ഇത് അത്യാവശ്യം സമയമെടുക്കും, അതുകൊണ്ടാണ് ഞാനും ഹോഴ്സ് റൈഡ് ചെയ്യാം. കാരണം നാളെ എനിക്ക് ബൈക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാനുള്ളതാണ്. സോ ഇന്ന് ഹോഴ്സ് റൈഡ് ചെയ്ത് ക്ഷീണിച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരു 1/2 മണിക്കൂർ ഹോഴ്സ് റൈഡ് നടത്തിയിട്ട് ഇവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാം. 1/2 മണിക്കൂർ പോണി റൈഡ് നടത്തിയിട്ട് ഇവിടെ ഇപ്പോൾ ബൈസറൻ വാലിയിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫീ 60 രൂപയാണ് കേട്ടോ, സോറി 30 രൂപയാണ് ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത്. ഇതിൽ 60 എന്നാണ് എഴുതി കാണിച്ചത്, പക്ഷേ 30 രൂപയാണ് എൻ്റർ ചെയ്യാനുള്ള എൻട്രൻസ് ഫീ. ഇതും എഗെയിൻ ഒരു പിക്നിക് സ്പോട്ടാണ്. ആളുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്ന, ഇരുന്ന് അല്ലെങ്കിൽ വിശ്രമിക്കുന്നതാണ്. നമ്മുടെ ഊട്ടിയിലൊക്കെ ഇതുപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇത് സിപ്പ് ലൈനൊക്കെ ഉണ്ട് ഇവിടെ. केदारनाथ से अभी, हाँ अभी साथ में जाएगा तीनों. कहाँ जा रहे हैं? मैंने केरला से. हाँ बाइक में अकेला आया.
केरला से लद्दाख तक और उसके बाद नेपाल जाना है। कितना दिन हो गया शुरू करने के बाद? मेरा तो ज़्यादा हो गया, 7 में। आप आसाम से? झारखंड से। और आप आसाम से और हिमाचल। അടുത്തത് ഞാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ ലാസ്റ്റ് സ്പോട്ടായിട്ടുള്ള ആരു വാലിയിലേക്കാണ് കേട്ടോ. എൻ്റെ ലിഡാർ നദി അതവിടെ ഈ സൈഡിൽ. ആരു വാലിയിലേക്ക് ഇവിടുന്ന് പഹൽഗാം സെൻട്രലിൽ നിന്ന് 13 കിലോമീറ്ററാണ്. ഓരോ സെക്കൻഡിലും നിർത്തി നിർത്തി വീഡിയോയും ഫോട്ടോയും എടുക്കേണ്ട കാഴ്ചകളാണ് കേട്ടോ കാണുന്നതൊക്കെ. മൊത്തത്തിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട്. അവിടെയൊക്കെ മണ്ണിട്ട വീടും കാണുന്നുണ്ട്. മണ്ണ് ഇട്ടിട്ട് ഓല മേഞ്ഞ വീടുകൾ കാണുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ഓല മേഞ്ഞ വീടൊക്കെ കണ്ടിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്, ജീവിക്കുന്നത്. പുല്ലും ഓലയും മേഞ്ഞ വീടുകളൊക്കെ കാണുന്നുണ്ട്. ഓടിട്ട വീടുകളൊക്കെ കാണുന്നുണ്ട്. ആരു വാലിയിലേക്ക് പോകുന്ന വഴി വീണ്ടും നല്ല ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇത് നല്ല രസമുണ്ട്. എഗെയിൻ സെയിം ലിഡാർ നദി. അവിടെയൊക്കെ ഹിമാലയൻ മലനിരകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ കുറച്ച് മഞ്ഞ് ബാക്കി കിടക്കുന്നത് കാണാം. ഇതാണ് ഞാൻ വന്ന വഴി. ഈ ഒരു വ്യൂ പോയിന്റിൽ ഇവിടെ ഒരു ഫാമിലി കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിക്നിക്കിന് വന്നതാണ്. അവർ ഫുൾ സെറ്റപ്പായിട്ട് വന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് പിക്നിക്ക്, അതായത് കുക്കിംഗ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ഫാമിലികളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന വീടുകളൊക്കെ ഉണ്ട്, ദൂരെ കാണുന്ന വീടുകൾ, കുഞ്ഞ് വീടുകൾ, നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഓല മേഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ മണ്ണ് കൊണ്ട് ചുമരുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞ് വീടുകൾ, ആളുകൾ താമസിക്കുന്ന വീടുകളാണെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് അറിയില്ല. എൻ്റെ ഈ ഇന്ത്യ നേപ്പാൾ റൈഡിൽ ഇതുവരെ കവർ ചെയ്ത സ്ഥലങ്ങളിൽ കാശ്മീരിൽ എത്തിയതിനു ശേഷം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ്മീരിലെ ഇതുപോലത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ഈ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ, കാശ്മീരികൾ, അവരുടെ ഫാമിലി ആയിട്ട് വന്നിട്ട് നല്ല ഇതുപോലത്തെ പിക്നിക് സ്പോട്ടുകളിലൊക്കെ അവർ ഫാമിലിയായി വന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഫാമിലിനെ കണ്ടിട്ടു. ഇതുപോലെ പല സ്ഥലത്തും കാശ്മീരിൽ ഞാൻ പോയ ബേതാബ് വാലിയിലും ഞാൻ ഇതുപോലെ ഒരുപാട് ഫാമിലിനെ കണ്ടു. ഇപ്പോൾ ബൈസ്രൺ വാലിയിലേക്ക് പോകുന്ന വഴി ഇവിടെയും കാണുന്നുണ്ട് കേട്ടോ അതുപോലെ ആളുകളാണ്. ഈ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ആരു റിവറിൻ്റെ ചെരിവിൽ സൈഡിൽ നല്ല പുൽത്തകിടിയുള്ള സ്ഥലത്തൊക്കെ നല്ല ഇതൊക്കെ വിരിച്ചിട്ട്, ക്ലോത്തൊക്കെ വിരിച്ചിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫാമിലിനൊക്കെ കാണാൻ പറ്റി. ആരു വാലി എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആരു വാലിയിൽ എത്തിയിരിക്കുകയാണ് ഞാൻ. ഇത് ബേതാബ് വാലിയെ പോലെ അല്ലെങ്കിൽ ബൈസ്രൺ വാലിയെ പോലെ അല്ല, ഒരുപാട് നീണ്ടു കിടന്ന, കിലോമീറ്ററുകളോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന വാലിയാണ്. ഇവിടം വരെ വണ്ടി പോകുള്ളൂ, ബാക്കി ഇനി നടന്നിട്ട് വേണം കാണാൻ. സോ നമുക്ക് ട്രക്ക് ചെയ്തിട്ട് പോകാം.
സോ ഇതാണ് ആരു വാലി. ഇവിടെ ഒരുപാട് വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് കിലോമീറ്ററുകളോളം നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത് ആ വ്യൂ പോയിന്റുകളിലേക്കൊക്കെ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് വരാം, വ്യൂ പോയിൻ്റൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്ന്. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. സോ ആ ബോർഡ് നോക്കിയിട്ട് വരാം. ഇതിനകത്ത് ഏതെങ്കിലും വ്യൂ പോയിന്റ് കവർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വാസ്റ്റായിട്ട് കിടക്കുന്നത് ആരു വാലിയാണ് കേട്ടോ. കിലോമീറ്ററുകളോളം നീളത്തിൽ കിടക്കുന്ന മലനിരയാണ് ആരു വാലി. ആരു വാലിയിലെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലെ പോണി റൈഡിൻ്റെ റേറ്റാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇത്രയും പോയിന്റുകളാണല്ലോ. റിവർ പോയിന്റ്, പിന്നെ ഒരു കേവ് ഉണ്ട്, ആരു വാലി വ്യൂ പോയിന്റ് ഉണ്ട്, കൂത്ത് പട്ടാരി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ദെൻ ഗ്രീൻ ടോപ്പ്, ലിഡർ വാലി. ഇതൊക്കെയാണ് റേറ്റ്. നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന ആരു വാലി ഇറ്റ്സെൽഫ് നമുക്കൊരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം കവർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഒരുപാട്, ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ഈ ആരു വാലി എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഒരുപാട് കേവ്സും ഞാനിപ്പോൾ നേരത്തെ മുമ്പ് കാണിച്ച പോലത്തെ മൾട്ടിപ്പിൾ സ്പോട്ടുകളുണ്ട് ഈ ആരു വാലിയിൽ. എനിക്ക് ഇവിടെയും സമയം ഒരുപാട് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഞാനൊരു കുതിര സവാരിയാണ് കേട്ടോ ചൂസ് ചെയ്തത്. കുറച്ച് ദൂരമൊക്കെ, കുറച്ച് ഉള്ളോട്ടൊക്കെ മലയുടെ അടുത്തേക്കൊക്കെ പോയിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നീട് ഇരുട്ടാനും തുടങ്ങിയതുകൊണ്ട് പിന്നെ തിരിച്ചു പോന്നു. കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം ഇതുപോലെ എല്ലാ റോഡിലൂടെയും ഒരുപാട് ആർമി ട്രക്കുകൾ ഫുൾ ടൈം 24/7 റോം ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. റോം തെറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ആർമി ട്രക്കുകൾ. പാനിയാസിൻ്റെ പൊട്ടിയ നട്ട് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെൽഡിങ് ഷോപ്പിലെത്തിയാണ് ഞാൻ. ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് വെൽഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുതിയ നട്ടിട്ടിട്ടോ റെഡിയാക്കിയിട്ട് പിന്നീട് നാട്ടിലെത്തിയിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാം.